ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 31 ജാനുവരി 2026 ശനിയാഴ്ച. ഈ വർഷത്തെ 31 ദിവസവും ഈ മാസത്തെ 31 ദിവസവും ആണ്. നാം ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ വർഷം ആദ്യം 1 തീയതി, അതായത് 1 ജനുവരി 26 നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല. അവരൊക്കെയും അവരുടെ പ്രവൃത്തി അനുസരിച്ച് അവർ ഈ ലോകം വിട്ട് അന്യ ദേശത്ത്, അതായത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമനുസരിച്ച് അവർ സ്വർഗവാസം പ്രാപിച്ചിരിക്കുന്നു. അവരുടെ പ്രവൃത്തി അനുസരിച്ച് അവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നതായ സ്ഥലം അവർക്ക് ലഭിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആ ദാനം തന്നതായ കൃപാവരങ്ങൾ കൊണ്ട് നാം ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ ജീവിച്ചിരിക്കുന്ന നാം എപ്പോഴും ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്തവ്യങ്ങളെ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്ന ധ്യാന വിഷയം, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കേണ്ടത്? നാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമായി നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും അവൻ നമുക്ക് തന്നതായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നന്ദി പറയുകയും ചെയ്യുകയാണ് വേണ്ടത്. എൻ്റെ ദൈവമേ, ഒരു പ്രഭാതം കൂടി കാണുവാൻ നീ എന്നെ അനുഗ്രഹിച്ചതിന് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവേ, നിൻ്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ. കർത്താവേ, ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും, എൻ്റെ ഭവനത്തെയും ഈ നാടിനെയും സഭയെയും ഞങ്ങളുടെ സഭയെ ഭരിക്കുന്ന മേൽപ്പെട്ടക്കാരെയും അത് ശുശ്രൂഷിക്കുന്നതായ ആ പുരോഹിതന്മാരെയും ഒക്കെ നിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് പറഞ്ഞ് എന്നിട്ട് നമ്മുടെ ആ ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. നമ്മളുടെ ഓരോ പ്രവൃത്തികളും ദൈവത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ ഉദ്ദേശങ്ങളും സാധിച്ചു കിട്ടും എന്നതിന് നമ്മൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അഹങ്കാരം ഇല്ലാതെ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട 3 സ്ഥലങ്ങളുണ്ട്. നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതായ 3 സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തേത് ആശുപത്രിയാണ്. ആശുപത്രിയിലെ വാർഡുകളിലേക്ക് പോകണം. അതിൽ വിവിധ തരങ്ങളായ രോഗികൾ കിടക്കുന്ന വാർഡുകളുണ്ട്. അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്, നമ്മുടെ സൗന്ദര്യത്തിന് യാതൊരു വിലയുമില്ല എന്ന് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്നും മനസ്സിലാകും. നമ്മൾ ഓരോരുത്തരും അഹങ്കരിക്കുന്നതായ നമ്മുടെ ആ സൗന്ദര്യം, അത് യാതൊരു വിലയുമില്ല എന്ന് നമുക്ക് ക്ലിയറാകും. രണ്ടാമത് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമെന്ന് പറയുന്നത് ജയിലറുകളാണ്. അതായത് ആ അവസരം കിട്ടുന്നെങ്കിൽ ജയിലിലേക്ക് പോയി അവിടുത്തെ വാർഡൻ്റെ പെർമിഷൻ മേടിച്ചുകൊണ്ട് അവിടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ചെന്നൊന്ന് കണ്ടു നോക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ സ്വാതന്ത്ര്യം എങ്ങനെയാണ് കെട്ടപ്പെടുന്നത് ജയിലിലെന്ന് നമുക്ക് മനസ്സിലാവും. സ്വാതന്ത്ര്യമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു മൃഗത്തിന് തുല്യമാണ്. അതുപോലെയാണോ നാം ജീവിക്കുന്നത്? അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ദൈവത്തിനെ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുകയല്ലേ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. മൂന്നാമതായി നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതായ സ്ഥലം എന്ന് പറയുന്നത് ശ്മശാനമാണ്. അതായത് ഗ്രേവ് യാർഡ്. നമ്മൾ ഓരോരുത്തരും എന്നൊക്കെ നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നുവോ ആ അവസരത്തിലൊക്കെയും ആ ഗ്രേവ് യാർഡിൽ, ആ ശ്മശാനത്തിൽ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് നമ്മൾ എന്തൊക്കെ കൂട്ടിവെച്ചാലും, എന്തൊക്കെ ഇവിടെ ഏതൊക്കെ തരത്തിലാണെന്ന് പറഞ്ഞാലും, അതൊക്കെ ഈ ഒന്നിച്ചു കൂട്ടിവെച്ചാലും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ 6 അടി മണ്ണ്
നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആ കവർ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ സമ്പാദിച്ചതൊക്കെ ആർ അനുഭവിക്കും എന്ന് നമുക്കാർക്കും അറിയാൻ മേലാത്ത ലോകത്താണ് നാം ജീവിക്കുന്നത്. ആയതിനാൽ നാം ചെയ്യേണ്ടത്, നമ്മുടെ ഓരോ ജീവിത സമയത്തും നാം ചെയ്യേണ്ടത്, നമ്മളുടെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിച്ച് വേണം നാം ജീവിക്കുവാൻ. അങ്ങനെ സമർപ്പിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിൻ്റെ ഉദ്ദേശങ്ങളൊക്കെയും സാധിക്കുമെന്നാണ് സദൃശവാക്യക്കാരൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ അഹങ്കരിക്കുവാൻ നമുക്ക് ചാൻസ് ഉണ്ടാവില്ല. നമുക്കങ്ങനെ ഒരു തോന്നൽ വരില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകും. നമ്മുടെ ദൗത്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുവാൻ നമ്മൾ പഠിക്കും. കാരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. ആ ദൗത്യം കംപ്ലീറ്റ് ചെയ്യാതെ ഈ ലോകത്തിൽ നിന്ന് പോകുന്നുവെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിലും ഒരു അവകാശിയാകുവാൻ സാധിക്കത്തില്ല. ആയതിനാൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും കൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത്, ജീവിക്കുവാൻ വേണ്ടിയിട്ട് സ്കൂളിൽ അവരെ പറഞ്ഞു വിടുമ്പോൾ അതിജീവനത്തിന് വേണ്ടി അവരെ സൺഡേ സ്കൂളിലാണ് പഠിപ്പിക്കേണ്ടത്. അതിജീവനം സൺഡേ സ്കൂളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള വിവരം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതായ ഒരു വേദഭാഗമുണ്ട്. സദൃശവാക്യം 22:6. ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് മാറുകയില്ല, വിട്ടുമാറുകയില്ല എന്നുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കേവർക്കും ഒരു കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കും. ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മടിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ആ കുഞ്ഞ് ആ അമ്മയുടെ വായിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൾ പറഞ്ഞു കൊടുക്കുന്നതായ ഓരോ കാര്യങ്ങളുമാണ് ആ കുഞ്ഞ് മനസ്സിൽ അങ്കുരിക്കുന്നത്. അതിന് ശേഷമാണ് ആ കുഞ്ഞ് സ്കൂളിലേക്കും സൺഡേ സ്കൂളിലേക്കും ഒക്കെ പോകുന്നത്. ഒരു അപ്പൻ്റെ റോൾ എന്ന് പറയുന്നത് മാതൃകാ പുരുഷനാകുക എന്നുള്ളതാണ്. ഒരു മാതൃകാ പുരുഷനായെങ്കിൽ മാത്രമേ അവന് ആ കുടുംബത്തെ ശരിയായ രീതിയിൽ നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നാം വായിക്കേണ്ടതായ ചില വേദഭാഗങ്ങളുണ്ട്. നാവ് കൊണ്ട് പാവം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ അധരങ്ങളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായെ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ എന്ന് നമ്മൾ 39-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ആ 39-ാം സങ്കീർത്തനം വായിച്ചതിന് ശേഷം 128-ാം സങ്കീർത്തനം കൂടെ വായിക്കുമ്പോൾ 1 തൊട്ട് 4 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ഒരു യഥാർത്ഥ ഗ്രഹനാഥൻ്റെ ഉത്തരവാദിത്വം അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത്, നിന്റെ പ്രവൃത്തിയെ യഹോവയ്ക്ക് സമർപ്പിക്കുക, അവൻ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും സാധിച്ചു തരും എന്ന് ഈ വേദഭാഗത്ത് നമ്മൾ കേട്ടതായ ഈ വേദഭാഗം, അതായത് സദൃശവാക്യം 16-ാം അധ്യായം 3-ാം വാക്യം, അത് നമ്മുടെ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് നാം മുമ്പോട്ട് ബാക്കിയുള്ള ജീവിതം ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ